നല്ല ഉറക്കം കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഉഷാറുണ്ടാകും ജോലി ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും എന്തിനും ഇറങ്ങിത്തിരിക്കാനും. നല്ലൊരു ഡ്രൈവിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ, നല്ലൊരു ലോങ് ട്രിപ്പൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ശരിക്കും ഒന്ന് ഉറങ്ങിയിരിക്കണം. നല്ലൊരു ഉറക്കണം. അല്ല, അധികം ആളുകൾ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നില്ല ഉറക്കിൽ, വണ്ടി ഉറങ്ങിപ്പോയിട്ട്. അതുപോലെ ഏത് രീതിയിലും നല്ലൊരു ഉന്മേഷത്തോടെ ആവേശത്തോടെ നമുക്ക് ജോലിയൊക്കെ ചെയ്യണമെങ്കിൽ, നല്ലൊരു വ്യായാമമൊക്കെ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യായാമമൊക്കെ ചെയ്യുന്ന ആളാണെങ്കിലും നല്ല ഉറക്കം കിട്ടണം അവന്. നല്ല ശരീരത്തിന് നല്ല ഇത് കിട്ടണമെങ്കിൽ, ശരീരത്തിനൊരു ഉന്മേഷവും ആവേശവും എന്താ പറയുക, നല്ലൊരു എനർജിയും ഒക്കെ ഉണ്ടാകണമെങ്കിൽ വേസ്റ്റായി പോകാതെ, എനർജി നമ്മൾ വേസ്റ്റായി പോകാതെ നോക്കണം. അത് മറ്റൊരു വിഷയമാണ്. കാരണം നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരുപാട് കൂടുതൽ സമയം ഉറങ്ങി അങ്ങനെയൊക്കെ എനർജി കളയരുത്. മറിച്ച് ശരിക്കും നമുക്ക് കൃത്യമായ ഉറക്കം കിട്ടിയിരിക്കണം. 6-7 മണിക്കൂറൊക്കെ നമ്മൾ കൃത്യമായി ഉറങ്ങിയിരിക്കണം. ഓരോ ആളുകൾ ചോദിക്കാറുണ്ട് എത്ര സമയം, ഡോക്ടർമാർക്ക് മറുപടിയാണ് അവർ ഇത് വെച്ചിട്ടാണ് ഉറക്ക്. ചില ആളുകൾക്ക് കുറച്ച് 5-6 മണിക്കൂർ ഉറങ്ങിയാൽ മതിയാവും, ചില ആൾക്ക് 7-8 മണിക്കൂർ ഉറങ്ങേണ്ടി വരും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇന്ന് പറയുന്നത് കൃത്യമായി നല്ലൊരു ഉറക്ക് കിട്ടാൻ ഉറക്കിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് മൊബൈലിൻ്റെ ഭയങ്കരമായ ലൈറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ ഒരുപാട് സമയം മൊബൈൽ ചിലവഴിക്കുകയും പിന്നെ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആ ഉറക്കത്ര കിട്ടില്ല. അങ്ങനെ ഉറങ്ങിയാലും നമ്മൾ ഉറങ്ങിയ ആ ഫീൽ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ലൈറ്റ് അടിച്ചിട്ട് നമുക്കറിയാം, ലൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ തലച്ചോറിലേക്ക് പോകുന്ന സിഗ്നൽ എന്തെന്ന് വെച്ചാൽ ഉറങ്ങാൻ നിനക്ക് സമയമായിട്ടില്ല എന്ന സിഗ്നലാണ് പോകുന്നത്. ഉറങ്ങാൻ സമയമായിട്ടില്ല, ഇപ്പോഴേ ഉറങ്ങാനായിട്ടില്ല. നമ്മൾ നേരെ കുറച്ച് ഇരുട്ടാണെങ്കിൽ നമ്മൾ ഉറങ്ങാനായി, സമയമായി, ഉറക്കം നമുക്ക് വരും അല്ലേ. പ്രകാശം അടിച്ചാലോ ഉറക്കം കുറയും. അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കാം. മൊബൈൽ പൊതുവേ ലൈറ്റ് കുറച്ച് വെക്കുക. അതിൻ്റെ ലൈറ്റ് ഭയങ്കര കൂട്ടി വെക്കുന്ന ആളുകൾ ലൈറ്റ് കുറച്ച് വെക്കുക. മൊബൈൽ ഒരു 1.5 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈലൊക്കെ നമ്മൾ മാറ്റി വെക്കുക. എന്തെങ്കിലും അത്യാവശ്യം വാട്സപ്പ് നോക്കുക, എന്തെങ്കിലും അത്യാവശ്യം ഒരു മെസ്സേജിന് മറുപടി നൽകുക, അതല്ല. മറിച്ച് മൊബൈൽ കണ്ടിന്യൂ ആയിട്ട് എന്തെങ്കിലും വീഡിയോസൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മൾ 1.5 മണിക്കൂർ മുമ്പ് ഉറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ നമ്മളെ ബെഡും കടക്കയൊക്കെ നമ്മൾ തട്ടിപ്പിടിച്ച് റെഡിയാക്കി വെക്കുക. ഞാനൊക്കെ വീട്ടിൽ പറയാറുണ്ട്, നമ്മളെ ബെഡ്റൂം എന്തായിരിക്കണം, നല്ല ഫ്രഷ് പോലെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നല്ല തട്ടിപ്പിരിച്ച് കുടഞ്ഞു വെച്ചിരിക്കണം. പോയിട്ട് ഇങ്ങനെ ഒരു അവിടെ കുറച്ചിട്ട് ഇവിടെ കുറച്ചിട്ട് അവിടെ കുപ്പായിട്ടിട്ട് തുണിപ്പായിട്ട് അവിടെ നിങ്ങൾ പിന്നീട്ട് അങ്ങനെ ഒരു അലക്കുലത്തായ അവസ്ഥ, എന്താ പറയുക, ഒരു കച്ചറ അവസ്ഥ ബെഡ്റൂമിൽ ഉണ്ടാകരുത്. ഉറങ്ങാൻ വേണ്ടി പോയിട്ട് കിടക്കാൻ സമയത്ത് അങ്ങനെ ഉണ്ടാകരുത്. അത് ക്ലിയർ ആയിരിക്കണം, എങ്കിൽ നല്ല ഉറക്കം കിട്ടും. അതേപോലെ നമ്മൾ രാവിലെ അതുപോലെ എഴുന്നേറ്റുടനെ വലിയ ബിസിനസ്സുകാർ പോലും ചെയ്യുന്ന കാര്യമാണത്. നേരെ തട്ടിപ്പിടിച്ച് റെഡിയാക്കി വെക്കുക കിടക്കുന്നതിന് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ. അതേപോലെ മൊബൈൽ ഓഫാക്കുക. അതുപോലെ ഈ ആക്ഷൻ മൂവികൾ, ഇങ്ങനെ ഭയങ്കര വിഷമത്തിൻ്റെ ബേജാറിൻ്റെ സീനുകൾ, അങ്ങനെയുള്ള മൂവികൾ, അതിൻ്റെ ക്ലിപ്പിങ്ങൾ, അതൊന്നും കാണാതിരിക്കുക. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഉറക്കിനെ അത് ബാധിക്കും. അതൊക്കെ കണ്ടു പോയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല, അതായിരിക്കും ചിന്ത. അതുപോലെ ചില കടയില്ല ആളുകളുണ്ട്, കടം ചിന്തിച്ചിട്ട് ഉറക്കം വരില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കടമില്ലാത്ത കേരളത്തിലെ ഏകദേശം ആൾക്കാർക്കും കടം തന്നെ. നമ്മളെ ഗവൺമെൻറ്റിന് പോലും കട പിന്നല്ലേ. അപ്പോൾ കടമൊക്കെ ഉണ്ടെങ്കിലും അത് ഉറങ്ങുന്ന സമയത്തോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കടൻ്റെ ബൈക്ക് പോകും, അതിന് വീട്ടാനുള്ള ബൈക്കിൽ നമ്മൾ മാർഗ്ഗങ്ങൾ പിന്നീട് നമുക്ക് ചിന്തിക്കാം. നമുക്ക് അല്ലെങ്കിൽ എഴുതി വെക്കാം. എന്താ ഇന്ന കാര്യം ഉറങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് ചിന്ത വരും, ഇന്ന കാര്യം ഞാൻ നാളെ അത് ആലോചിക്കുക, നാളെ അതിനെപ്പറ്റി ഒരു ഇതുണ്ടാക്കും, നാളെ അതിനെക്കുറിച്ച് തീരുമാനം നമുക്ക് നാളെ എടുക്കാമെന്ന് നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ആ ചിന്ത അങ്ങനെ വരില്ല. അത് സയൻറ്റിഫിക്കായിട്ട് തെളിഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അതേപോലെ ഒരുപാട് ടെൻഷനിലെ ആളുകൾ ടെൻഷൻ കുറയാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ നല്ല കുട്ടികളുമായി സമയം ചെലവഴിക്കുക, ഭാര്യയുമായി സമയം ചെലവഴിക്കുക, അങ്ങനെയുള്ള ചെയ്യാം. ഇനി ഒറ്റപ്പെട്ട് പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് അധികം ഉറക്കം കുറയുന്ന ആളുകൾ. ടെൻഷൻ പിടിച്ചിട്ട് മറ്റൊരു തരമാണ്. അത് നമ്മൾ റിലാക്സേഷൻ്റെ ഇത് മാനസികമായി നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. മനസ്സിനെ എങ്ങനെ സമാധാനപ്പെടുത്താം, മനസ്സിനെ എങ്ങനെ നമുക്കിങ്ങനെ നമ്മളെ കീഴ്പ്പെട്ട് വരുത്തിക്കാം, അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് 1-2 കാര്യം. ഉറക്കുന്നതിന് മുമ്പ് മൊബൈൽ ഒഴിവാക്കുക, ആക്ഷൻ മൂവികളെ കാണുന്നല്ലോ ഒഴിവാക്കുക. ഇങ്ങനെ ഈ ഭയങ്കര വിഷമത്തിൻ്റെ ബേജാറിൻ്റെ നമുക്ക് ചില കോണ്ടാക്ട് തന്നെ ഉണ്ടാവില്ല, അങ്ങനത്തെ എല്ലാം കുറച്ച് നേരം മാറ്റി വെക്കുക. പിന്നെ അത്യാവശ്യം മെസ്സേജ് മാത്രം നോക്കുക, ബാക്കി മൊബൈൽ നോക്കാതെ ലൈറ്റ് കുറച്ച് നോക്കുക. ലൈറ്റൊക്കെ അടച്ച് ഇരുട്ടത്ത് ഉറങ്ങാൻ ശ്രമിക്കുക, ഫുൾ ഇരുട്ടത്ത്, എന്നാൽ നല്ല ഉറക്കം കിട്ടും. അതുപോലെ പകൽ സമയത്ത് ആ റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ട് നല്ല വായു കിട്ടുന്ന മാതിരി, നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല സുഖമായി, ഇപ്പോൾ മഴക്കാലമല്ലേ, ഒക്കെ തുറന്നിട്ട് ആ ശുദ്ധവായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന മാതിരി ആക്കി വെക്കുക. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ എന്നാൽ നല്ല ഉറക്കം കിട്ടും. നല്ല ഉറക്കം കിട്ടിയാൽ നല്ല ഉന്മേഷം ഉണ്ടാവും, ആവേശം ഉണ്ടാവും, പണിയെടുക്കാനും ജോലി എടുക്കാനും ബിസിനസ്സിൽ ഇറങ്ങാനും നല്ല ഡ്രൈവ് ചെയ്യാനും എന്തിനും നല്ല ഉറക്കം നമ്മൾ ആദ്യം ഉറങ്ങിയിരിക്കണം. അതുപോലെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആളുകൾ ഉറക്കം വരികയാണെങ്കിൽ, ഞാനൊക്കെ ചെയ്യുന്ന കാര്യമാണ്, ഉറക്കം വരികയാണെങ്കിൽ ഏതെങ്കിലും സൈഡാക്കാൻ ഒരു 10-15 മിനിറ്റ് ഉറങ്ങാം.
ഉച്ചക്ക് നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കും. ഒരു 20 മിനിറ്റൊക്കെ ഉച്ചക്ക് 15-20 മിനിറ്റ് ഉറങ്ങിയാൽ നമ്മൾ ആ ഒരു വലിയ ക്ഷീണം പോകും. അത് ഉറങ്ങാൻ ശ്രമിക്കുക. ഉച്ചക്ക് റെസ്റ്റൊക്കെ ഇല്ല ആളുകൾ, സമയമില്ല ആളുകൾ ഉച്ചക്ക് ഒരു 10-20 മിനിറ്റ് ഉറങ്ങാൻ ശ്രമിക്കുക. അതും നല്ലതാണ് ശരീരത്തിന്.